ഹലോ, ഇന്ന് ഞാനൊരു ഉരുളക്കിഴങ്ങ് ബോണ്ട ആയിട്ടാണ് വന്നത്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. പുറം നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റുമായ ബോണ്ടയാണ്. ഞങ്ങളുടെ നാട്ടിൽ ബോണ്ട എന്നാണ് പറയുക, എല്ലാവരുടെയും എന്താ പറയുകയെന്നറിയില്ല. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനു വേണ്ടി ഞാൻ കുറച്ച് വലിയ ഉള്ളി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുണ്ട്, ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, പച്ചമുളക് എടുത്തിട്ടുണ്ട്, പിന്നെ ഗ്രീൻ പീസ് പാക്കറ്റിൽ വരുന്ന ഗ്രീൻ പീസാണ് വാങ്ങിയത്, അതുകൂടി എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് കടുക് ഇട്ടിട്ടുണ്ട്. കടുക് പൊട്ടുമ്പോൾ 2 വറ്റൽ മുളക് ഇടുന്നുണ്ട് കട്ട് ചെയ്തിട്ട്. അതിനുശേഷം ഈ ഉള്ളിയും പച്ചമുളകും ക്യാരറ്റും, ഇഞ്ചി ഇടുന്നില്ല കാരണം ഇഞ്ചീൻ്റെ കടിക്കും അതൊരു വല്ലാത്തൊരു ടേസ്റ്റായിരുന്നു. ചില ആൾക്കാർ ഇഞ്ചി ഇടലുണ്ട്, ഞാൻ ഇടുന്നില്ല. ഇതൊക്കെ വഴറ്റി വരുമ്പോൾ ഇതിലേക്ക് ആ ഗ്രീൻ പീസും കൂടി ഇടാം. വേവിക്കാത്ത ഗ്രീൻ പീസാണിത്, ഇതിൽ ഞങ്ങൾ വെന്തോളും, പെട്ടെന്ന് വേവുന്ന ഗ്രീൻ പീസാണ് പാക്കറ്റിൽ വരുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പിടണം. നമ്മൾ ഉരുളക്കിഴങ്ങ് ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട് വേറെ, അതിൽ കുറച്ച് ഉപ്പിട്ടുകൊണ്ട് ഇതിൽ വളരെ കുറച്ച് ഉപ്പാണ് ഇട്ടത്. ഇനി ഇത് അടച്ച് വെച്ചിട്ട് വെള്ളമൊന്നും ഒഴിക്കണ്ട, അടച്ച് വെച്ച് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് അടച്ച് വെച്ച് പെട്ടെന്ന് വേവുന്ന ഗ്രീൻ പീസായത്. ഇപ്പം ഇതെല്ലാം വെന്തിട്ടുണ്ട്. ഒന്നുകൂടി ഇളക്കിയിട്ടിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് കുറച്ച് സമയം കൂടി വേവിക്കാൻ വെക്കാം. ഇനി അതവിടെ കിടക്കട്ടെ. ഇനി ഉരുളക്കിഴങ്ങ് ഞാൻ തോല് ഒക്കെ പൊളിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതൊന്ന് കൈ കൊണ്ടോ അല്ലെങ്കിൽ സ്പൂൺ കൊണ്ടോ എന്തിനെ കൂടെ അടിച്ച് നല്ലപോലെ കട്ടകളില്ലാതെ ഉടച്ചെടുക്കാം. നമുക്ക് സ്പൂണ് വെച്ച് ഉടക്കുന്നതാണെങ്കിൽ അങ്ങനെയും എൻ്റെ അടുത്ത് ഇതുള്ളതുകൊണ്ടാണ് ഞാൻ ഇതിൽ വെച്ച് ചെയ്യുന്നത്. ഇപ്പം എല്ലാം അടിച്ച് നല്ല കട്ടകളൊന്നുമില്ലാണ്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഈ ഗ്രീൻ പീസ് ഇപ്പോൾ വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് ഉടച്ച് വെച്ചതിടാം. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന അപ്പം ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കുന്ന പോലെ. ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയിലയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. കുരുമുളക് പൊടി ഇഷ്ടമുള്ള ആൾ ഇട്ടാൽ മതി. എരിവ് കുറച്ച് കുറഞ്ഞുകൊണ്ട് അത് കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്, കുറച്ച് കൂടുതൽ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇത് പകുതി ഞാൻ മാറ്റി വെക്കുന്നുണ്ട്, നാളത്തെ മസാല ദോശക്ക് വേണ്ടതാണ്. പകുതി മാത്രമേ ഇപ്പോൾ എടുക്കുന്നുള്ളൂ. ഇനി ഒരു ബൗളെടുത്തിട്ട് അതിലേക്ക് ഇതിൻ്റെ മസാല കൂട്ട് ഇതിൻ്റെ പൊടി, മൈദപ്പൊടി കലക്കി വെക്കുന്നതാണ്. അതിനുവേണ്ടി മൈദപ്പൊടി എടുത്ത് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി, പത്തിരിപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ്, പിന്നെ 1 ടീസ്പൂണോളം ജീരകം, സാധാരണ ജീരകം ഇടുന്നുണ്ട്. ഉപ്പ് വളരെ കുറച്ച് ഉപ്പാടുണ്ട്, കാരണം നമ്മൾ ഇതിൻ്റെ മാവിലൊക്കെ ഇട്ടുകൊണ്ട്, മാവല്ല മറ്റേ മസാലക്കൂട്ടിലിട്ടുകൊണ്ട് കുറച്ച് ഉപ്പാടുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇട്ടിട്ട് നല്ലപോലെ കലക്കി വെക്കാം. ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഞാൻ ഒഴിക്കുന്നുള്ളൂ, ഒരുപാട് വെളിച്ചെണ്ണ ഒന്നും ഒഴിക്കുന്നില്ല, കുറച്ച് വെളിച്ചെണ്ണ. ചൂടായ എണ്ണയിലേക്ക് ഓരോരോ ഉരുളകളാക്കി മാവിലേക്ക് മുക്കി നോക്കിടാം. നല്ല ടേസ്റ്റുള്ളൊരു ബോണ്ടയാണ്, എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. നല്ലപോലെ എണ്ണ ചൂടായിട്ടുണ്ട്, അതിലേക്ക് ഇടുന്നുണ്ട്. നാലെണ്ണം ഞാൻ ഫസ്റ്റ് ബാച്ചിലിടുന്നത്, അതായതിന് ശേഷം വീണ്ടും ഒരു 4 കൂടി ഇടുന്നുണ്ട്. ഇപ്പോൾ ഇതൊക്കെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് എല്ലാ ഭാഗവും വേവുന്നവരെ വെയിറ്റ് ചെയ്യാം നമുക്ക്. എല്ലാ ഭാഗവും 2 വശവും ആയിട്ടുണ്ട്. ഇപ്പോൾ ഇത് കോരി ഒരു പാത്രത്തിലേക്ക് വെക്കാം. പെട്ടെന്ന് സ്കൂൾ മഴയല്ലേ, സ്കൂളൊക്കെ കുട്ടികൾ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് ഉണ്ടാക്കാൻ പെട്ടെന്ന് കഴിയുന്നൊരു ബോണ്ടയാണ്. എല്ലാവർക്കും അറിയായിരിക്കും, പക്ഷേ അറിയാത്തവർക്ക് വേണ്ടിയാണ്. ഇനി എനിക്കും അറിയാമെന്നൊന്നും പറയണ്ട, അറിയാത്തവർക്ക് വേണ്ടി മാത്രമാണിത്. ഞാൻ ഉണ്ടാക്കുന്നതുകൊണ്ട്
നിങ്ങൾക്കും കൂടി കാണിക്കുന്നതേ ഉള്ളൂ. എല്ലാവർക്കും അറിയാൻ പറ്റുന്ന ഒരു ബോണ്ട തന്നെയാണ്. ഇപ്പം എല്ലാ ബോണ്ടയും റെഡി ആയിട്ടുണ്ട്. സോസിൽ വേണേൽ സോസിൽ, അല്ലെങ്കിൽ ഇങ്ങനെയും കഴിക്കാം. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഓക്കെ, താങ്ക് യു.